Welcome to semester 3 complementary electronics, and this is class number 10 for BSc Physics main students, semester 3 complementary electronics, and today we see FET parameters. In the previous class we have studied the FET details and essay, and today we see FET parameters. What are the parameters of field effect transistor? ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ് BSc ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്. സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇവിടെ ഇത് ക്ലാസ് നമ്പർ 10 ആണ്. ഇന്ന് നമ്മൾ പറയുന്നത് FET പാരാമീറ്റേഴ്സ് ആണ്. ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, ചില കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട്. അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. FET parameters. You look here. What are the FET parameters? ഇപ്പോൾ FET parameters ഒരു ക്വസ്റ്റിൻ്റെ പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. FET parameters are the parameters FET are number 1 RD, number 2 GM, and number 3 mu. RD, GM, and mu. RD, GM, and mu are the three parameters of field effect transistor. അതിൽ ഒന്നാമത്തെ ഓരോ ഡെഫിനിഷൻ കൊടുക്കുകയാണ് നമ്മൾ. ഫസ്റ്റ് ഡെഫിനിഷൻ RD. RD മീൻസ് ഡ്രെയിൻ റെസിസ്റ്റൻസ്. ആറും ഡിയും സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്, ഡി സഫിക്സ് ആണ്. ആറും ഡി സ്മോൾ ലെറ്റേഴ്സ്, ഡി സഫിക്സ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് RD is equal to delta VS by delta ID at a constant VGS. ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID ബൈ കോൺസ്റ്റൻറ്റ് VGS. VGS കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് കൊണ്ട് ഹരിക്കുക. ഡെൽറ്റ VDS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജാണ്. ഡെൽറ്റ ID ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ടാണ്. അത് കോൺസ്റ്റൻറ്റ് VGS വേണം കണ്ടുപിടിക്കാൻ. ദ റേഷ്യോ RD ഈക്വൽ ടു ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റൻറ്റ് VGS. അപ്പോൾ അത് വാക്കുകൾ പറഞ്ഞെങ്ങനെ എഴുതാം നമുക്ക്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദി ഡ്രെയിൻ വോൾട്ടേജ് ടു ദി ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് when the gate source voltage VGS, gate source voltage is kept constant. Unit of RD is ohm. RD അളക്കുന്ന ഓമിലാണ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് അളക്കുന്നത് ഓമിലാണ്, അപ്പോൾ RD അളക്കുന്നത് ഓമിലാണ്. നമ്പർ 2 GM, ട്രാൻസ്കണ്ടക്ടൻസ്. അത് GM എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS ആണ് അറ്റ് കോൺസ്റ്റൻറ്റ് VDS. ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS അറ്റ് കോൺസ്റ്റൻറ്റ് VDS. അപ്പോൾ അത് നമ്മൾ സെൻറ്റൻസിൽ പറയുമ്പോൾ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ടു ദി ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വെൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. VDS is kept constant. I shall read it again. It is the ratio of change in drain current to the change in gate source voltage when drain source voltage is kept constant. The unit of GM is mho, mho or Siemens. Ohm raised to minus 1 ആണ്. Ohm raised to minus 1നെ വിളിക്കുന്ന പേരാണ് mho, mho. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് സീമെൻസ് എന്ന് പറയും. SIEMENS, സിമ്പിൾ ക്യാപിറ്റൽ എസ്. മൂന്നാമത്തെ പാരാമീറ്റർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് mu എന്ന് എഴുതും. mu is equal to delta VDS by delta VGS at a constant ID. Delta VDS by delta VGS at a constant ID. Delta VDS is the change in drain source voltage and delta VGS is a change in gate source voltage. It's a ratio when ID is constant. It is a ratio of change in drain source voltage to the change in gate source voltage when drain current is kept constant. It has no unit. അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഈ 3 ഡെഫിനേഷൻ ഓർത്തിരിക്കാനായിട്ട് നമ്മളത് ഒരു 3 ക്വാണ്ടിറ്റി വെച്ചാണ് ഈ ഡെഫിനേഷൻ 3 പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാൻ ആ സൈഡിൽ വരച്ചിരിക്കുന്ന ആ 3 വാല്യൂ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ആ സൈഡിൽ കാണിച്ചിരിക്കുന്ന 3 വാല്യൂ ഇവിടെ നോക്കി. ഇവിടെ ഞാൻ VDS, VGS, ID ഇങ്ങനെ താഴോട്ട് എഴുതിയിരിക്കുകയാണ്.
BGS ID. എന്നിട്ട് ഒരു ആരോ റൈറ്റ് സൈഡിൽ കീഴ്പോട്ട് ഇട്ടിട്ടുണ്ട്, മറ്റ് 2 ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡ് ഇട്ടിട്ടുണ്ട്. നോക്കുക, VGS ID ചെയ്തിട്ട് റൈറ്റിൽ ഒരു ആരോ കീഴ്പോട്ട് ഇട്ടിട്ടുണ്ട്, ലെഫ്റ്റിൽ 2 ആരോ നടുക്ക് വന്ന് മീറ്റ് ചെയ്യുന്നവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന 3 പാരാമീറ്റർ നമുക്ക് കിട്ടും. ഇഫ് യു റൈറ്റ് the constants like this, we can remember, it's a memory aid. Remember the 3 values as follows. RD, ആ ടോപ്പിലുള്ളതും ബോട്ടോമിലുള്ളതും ചേഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. RD is delta BDS by delta ID, നടക്കുന്ന കോൺസ്റ്റൻറ്റ് when BGS is constant. And GM is താഴെ നിൽക്കുന്നുണ്ട്, ആര് നോക്കുക, GM is delta ID by delta VGS. and mu is മോൾ ആര് നോക്കുക, റിപ്പോർട്ട് എടുക്കണം, delta VDS by delta VGS when ID കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആ 2 സംഖ്യ റേഷ്യോ വരുമ്പോൾ മൂന്നാമത്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് ബ്രാക്കറ്റിന് പുറത്ത് എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന സൂചന മനസ്സിലായി കാണും എന്ന് കരുതുകയാണ്. ഡെഫിനിഷൻ 3 ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയാണിത്. an easy way to remember, you write VGS ID in a column, write RD on the right side with an arrow like this, and also mu and GM on the left side. RD is delta VDS by delta ID at a constant VGS. GM is delta ID by delta VGS at a constant VDS, and mu is delta VDS by delta VGS at a constant ID. RD unit is ohm, GM unit is mho or Siemens, and mu has no unit. ഇനി ഒരു റിലേഷൻ ഉണ്ട്, അടുത്തൊരു റിലേഷനാണ്, റിലേഷൻ ബിറ്റ്വീൻ FET പാരാമീറ്റേഴ്സ്. ഈ 3 പാരാമീറ്റർ തമ്മിൽ ഒരു 1-2 റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നോക്കുക. ഒരു റിലേഷനല്ല, 1-2 ഇല്ല, ഒരു റിലേഷൻ. അതിങ്ങനെയാണ്, ടു ഷോ ദാറ്റ് mu is GM into RD, ടു ഷോ ദാറ്റ് mu is equal to GM into RD. അപ്പോൾ അതിന് ആ ഡെഫിനിഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. We have RD is delta VDS by delta ID. കോൺസ്റ്റൻ്റ് വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല. ഇത് തെളിയിക്കാൻ ആ കോൺസ്റ്റൻ്റ് പുറത്ത് കാണിക്കണമെന്നില്ല. We have to prove mu is equal to GM into RD. We have RD is delta VDS by delta ID and GM is delta ID by delta VGS. Multiply them together. GM into RD is equal to delta VDS by delta VGS by delta ID into delta ID by delta VGS. ID will cancel, delta ID will cancel. We get delta VDS by delta VGS, which is mu. ആ mu എന്നുള്ള റൈറ്റ് സൈഡിലാണ്, അത് തെളിച്ചെഴുതുക. mu, that is mu is GM into RD. The relation connecting amplification factor and transconductance, amplification factor, transconductance and drain resistance is mu is equal to GM into RD. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു FET റിലേഷനാണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഷോക്ക്ലിസ് ഇക്വേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇതിൻ്റെയും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാ, ഡിഫൈൻ ചെയ്ത FET പാരാമീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ഡിഫൈൻ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് ദി FET. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി പി ചാനൽ FET, എൻ ചാനൽ FET, ഇവയുടെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. കമ്പയർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എൻ ചാനൽ FET ആൻഡ് പി ചാനൽ FET. നമ്മൾ പഠിച്ചതാണ്, 2 തരം ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒരു എൻ ചാനൽ FET, രണ്ടാമത്തെ പി ചാനൽ FET. എൻ ചാനൽ FETയിൽ ബാറ് ചാനൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. പി ചാനൽ FETയിൽ ബാറ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള കോൺട്രഡിക്ടറി ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, അപ്പോൾ ആദ്യ കോളം എൻ ചാനൽ FET, രണ്ടാമത്തെ കോളം പി ചാനൽ FET. ഫസ്റ്റ് വൺ, കറണ്ട് ക്യാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. ഒന്നാമത്തേതിൽ കറണ്ട് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ്, രണ്ടാമത്തേതിൽ കറണ്ട് ക്യാരിയേഴ്സ് ആർ ഹോൾസ്. Second point, mobility of electron is high, mobility of holes is poor mobility for holes. Next point,
Transconductance GM is large. Right side GM is small. Number 4, input noise is low. Input noise is high. Symbol. ആരോ അകത്തേക്ക് ഇട്ടാൽ അത് എൻ ചാനൽ എഫ് ഇ ടി ആണ്. ആരോ ഗേറ്റിലാണ് ആരോ ഇടുന്നത്. ഇഫ് ആരോ ഈസ് inwards, then it is n channel FET, and arrow in the gate is outward, it is p channel FET. You put arrow inside the circle. Arrow in the circle ഉള്ളിലാകട്ടോ. പ്രോബ്ലം, ആദ്യ പ്രോബ്ലം അത് നമ്മുടെ ഷോക്ക്ലീസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഇറ്റ്സ് എ റിപ്പീറ്റഡ് പ്രോബ്ലം ഫ്രം FET. ID is equal to IDSS minus BGS by BP the square. BGS is the gate source voltage and VP is the pinch voltage. IDS is ID is the drain current and IDSS is the drain source saturation current. The saturation drain current in a FET is 8.6 milliampere. 8.6 milliampere when the gate voltage is 0. If the pinch voltage is minus 3 volt, calculate drain current when gate voltage is minus 1 volt. ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൈനസ് 1 വോൾട്ടാണ്, പിഞ്ച് വോൾട്ടേജ് മൈനസ് 3 വോൾട്ടാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് what is to be determined? Calculate the drain current, ID കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എല്ലാ വാല്യൂം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ട് 8.6 milliampere. IDSS is 8.6 milliampere. So here IDSS is 8.6 milliampere. VP is equal to minus 3 volt. BGS is minus 1 volt. ID question mark. Substitute the values. ID is 8.6 into 1 minus 1 by minus 3. അത് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രാക്കറ്റ് ഇടാം. The whole square. That is 8.6 into 1 minus 1 by 3 the square. 8 into 2 by 3 the square. 8.6. 8.6 into 2 by 3 square. 8.6 into 4 by 9. That is 34.4 by 9 is equal to, the answer is 3.822 milliampere. 3.822 milliampere. Very important, you remember. You will single problem. That's very important. Another question. In an internal FET, the drain current is 5 milliampere. IDSS in an internal FET, the drain current is 5 milliampere, IDSS is equal to 10 milliampere, and VGS off. VGS offset. Gate source cutoff voltage. VGS off is equal to minus 5 volt. Find the value of VGS and VP. രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. Here pinch voltage VP is equal to VGS off ആണെന്ന് പഠിച്ചിട്ടുണ്ട്, മോഡുലസ്. ഇപ്പം -5 into മോഡുലസ്, അത് 5 വോൾട്ടാണ്. VGS question mark. VGS ആണ് കണ്ടുപിടിക്കേണ്ടത്. ID is equal to IDSS into 1 minus BGS by BP, the square. ID is 5 milliampere. IDSS is equal to 10 milliampere. BGS is question mark. Put the values. 5 is equal to 10 into 1 minus. 10 into 1 minus VGS by -5 square. That is 5 by 10, 0.5. 0.5 is equal to 1 plus, minus into minus plus. 1 plus VGS by 5 the square.
Vp is taken as negative because VGS is negative. Take a root 0.707. 1 by 2 in the root. 1 by root 0.707 is equal to 1 plus VGS by 5. That is VGS 5 by 5 is equal to 0.7071 into 0.7071 minus 1. That is VGS by 5 is equal to minus 0.2928. VGS is equal to minus 0.2928 into 5 is equal to minus 1.4644 volt. Next question. For a typical FET type BFW10, അതായത് ഒരു FETയുടെ ടേമാണ്. FET നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ BFW10 എന്ന് മാർക്കറ്റിൽ ചോദിച്ചാൽ കിട്ടും. FET അതിൻ്റെ മാർക്കിംഗ് ആണ്. A typical FET type BFW10 for a typical FET type BFW10, the amplification factor and the dynamic drain resistance are specified as 80 and 400 kilo. ഇവിടെ mu and r തന്നിരിക്കുകയാണ്. Calculate the transconductance of FET. GM കണ്ടുപിടിക്കാനാണ്. GM കണ്ടുപിടിക്കണം. The 3 FET parameters problem. Mu is equal to GM into RD, GM is equal to mu by RD, mu is equal to 80, RD is equal to 400 k ohm. Therefore, transconductance GM is equal to mu by RD, 80 by 400 k ohm. That is 0.2 millisiemens. Small m capillaris. Siemens capillaris എഴുതണം. സ്മോളസ്റ്റ് എന്ന് എഴുതിയാൽ സെക്കൻഡ് എന്ന് വായിക്കും. അതുകൊണ്ട് സീമെൻസ് ക്യാപിറ്റൽസ് എഴുതണം. 1/k അത് മില്ലിയാണ്. 1/k മില്ലിയോ, 1/ohm സീമൻ. അതുകൊണ്ടാണ് മില്ലി സീമൻ എന്ന് പറയുന്നത്. MS. നെക്സ്റ്റ് പ്രോബ്ലം. When VGS of FET changes by minus 3.1 volt to 3 volt, the drain current changes from 1 milliampere to 1.3 milliampere. What is the value of transconductance? When VGS of FET changes from minus 3.1 volt to minus 3 volt, the drain current changes from 1 milliampere to 1.3 milliampere. What is the ratio of transconductance? അപ്പോൾ ഇത് ഡെഫിനിഷൻ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. Transconductance GM is equal to delta ID by delta VGS. Delta IDs കൂടിയ കറണ്ടിൽ നിന്ന് കുറഞ്ഞ കറണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുക. 1.3 minus 1, that is equal to 0.3 milliampere. VGS is equal to minus 3.1. ഇവിടെ കൂടിയ വാല്യൂ -3 ആണ്. അതിൽ നിന്ന് കുറഞ്ഞ വാല്യൂ കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -3 plus 3.1, 0.1 വോൾട്ട്. GM is equal to the formula you apply, delta ID by delta VGS, that is 0.3 milliampere by 0.1 volt. That is 3 ms, millisiemens, or it is also called millimo, mmho, millimo. അങ്ങനെ എഴുതാം കേട്ടോ. millisiemens, milliohm അല്ലെങ്കിൽ milli ohm raised to -1 അങ്ങനെ കൊടുക്കുക. Mo means ohm raised to -1. It is also called Siemen. അടുത്ത പ്രോബ്ലം ഇതേ ടൈപ്പ് തന്നെ, പക്ഷേ ഒരു ടേബിൾ തന്നിട്ടാണ് നമ്മളോട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. സെയിം ടൈപ്പ് പ്രോബ്ലമാണ്. എ ടേബിൾ ഈസ് ഗിവൺ. ഇൻ എ ടേബിൾ the data is given. We refer the table and find the data needed
needed to do the problem. The following readings are obtained experimentally from a FET. Determine RDGM and mu. അപ്പോൾ ഇവിടെ ഡേറ്റ തന്നിരിക്കുന്നത് ഒന്നാമത്തെ കോളം VGS, അത് 0.2 വോൾട്ട് എന്നാണ്. 0 വോൾട്ട് 0.3 0.2 വോൾട്ട്. അതും ഒരു 3 സെറ്റാണ്, 3 പ്രാവശ്യം പരീക്ഷണം ചെയ്യുന്നതാണ്, 3 സെറ്റ് റീഡിങ്ങാണ്. VGS 7 വോൾട്ട് 15 വോൾട്ട് 15 വോൾട്ട്. ID 10 മില്ലി ആംപിയർ 10.25 മില്ലി ആംപിയർ 9.65 മില്ലി ആംപിയർ. അങ്ങനെയാണ്. ഇവിടെ ഫസ്റ്റ് ടെസ്റ്റിൽ VGS 2 പ്രാവശ്യം സ്ഥിരമായിട്ട് നിൽപ്പുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ VDS 2 സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്, 10 വോൾട്ട്. ഈ സ്ഥിരമായിട്ട് നിൽക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ റീഡിങ് നോക്കേണ്ടത്. ആദ്യം നമുക്ക് RD കാണാം. RD കാണുമ്പോൾ VGS കോൺസ്റ്റൻ്റ് ആയിരിക്കണമല്ലോ. RD ഈസ് ഡെൽറ്റ VDS ബൈ ഡെൽറ്റ AD ബൈ VGS കോൺസ്റ്റൻറ്റ്. VGS കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് 0 വോൾട്ടിലാണ്. ആ 0 വോൾട്ടിന് നേരെയുള്ള താഴെയുള്ള 2 റീഡിങ് എടുത്തിട്ട് ഡെൽറ്റ VDSും ഡെൽറ്റ ID കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഡെൽറ്റ VDS? ഡെൽറ്റ VDS ഈസ് ഈക്വൽ ടു 15 7 ആണ്. 15 - 7 ദാറ്റ് ഈസ് 8 വോൾട്ട്. അടുത്ത താഴെ എടുക്കണം. ഡെൽറ്റ ID എന്താണ്? 10.85 മൈനസ് 10.8 അല്ലേ, 10.25 മൈനസ് 10 ആണ്. അതിവിടെ ഉണ്ട്. ഡെൽറ്റ ID 10.25 മൈനസ് 10 ദാറ്റ് ഇസ് 0.5 മില്ലി ആംപിയർ. 0.5 മില്ലി ആംപിയർ. That is RD is delta VDS by delta ID. അതിന് കോൺസ്റ്റന്റ് VGS that is 8 വോൾട്ട് by 0.25 ചെയ്യുമ്പോൾ 32. ID is in milliampere and in the numerator there is a volt by ampere is ohm, 1 by milli kilo. So 32 kilo ohm is the answer. GM is equal to delta ID by delta VGS at constant VDS. Take VDS is equal to 15 വോൾട്ട് കോൺസ്റ്റൻറ്റ്. ആ 15 വോൾട്ട് കോൺസ്റ്റൻറ്റ് എടുക്കണം, അതിന് താഴെയുള്ള വാല്യൂ എടുക്കേണ്ടത്, അതിന് നേരെയുള്ള വാല്യൂ എടുക്കേണ്ടത്. ഡെൽറ്റ ID is 10.25 മൈനസ് 9.565 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 മില്ലി ആംപിയർ. ഡെൽറ്റ VGS is equal to 0.2 minus 0, it is equal to 0.2 volt. 0.2 volt. You put the values. That is GM is equal to 0.6 milliampere by 0.2 volt, 3 millisiemens. And finally 3 amplification factor mu is equal to GM into RD, 3 into 32. And 3 is millisiemen, 32 is kilo ohm, milli and kilo will cancel, Siemen into ohm, that is 1. അല്ലെങ്കിൽ സീമൻ എന്ന് പറഞ്ഞാൽ 1/ohm ആണ്. ഓമും വെട്ടിപ്പോയിട്ട് നമുക്ക് യൂണിറ്റ് ഒന്നും കിട്ടില്ല. അവിടെ 96 എന്ന് കിട്ടും. വി ഗെറ്റ് 96 വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ. സോ മ്യൂ ഈസ് GM into RD, 3 into 32 millisiemen into kilo ohm. Ohm and Siemen will cancel, milli and kilo will cancel. So mu has no unit, only we get a value which is 96. Next problem. Keeping the gate voltage constant in the drain source voltage of an FET is changed from 50 volt to 5 volt. The drain current then changes by 100 microampere. Calculate the drain resistance of FET. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2 വാല്യൂ വ്യത്യാസം തന്നിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് RD കാണാം. RD ഈസ് ഈക്വൽ ടു ഡെൽറ്റ VGS ബൈ ഡെൽറ്റ ID at constant VGS. ഡെൽറ്റ VDS ഈസ് ഈക്വൽ ടു 15 minus 5, 10 volt. ഡെൽറ്റ ID ഈസ് 100 microampere. That is equal to 100
Delta ID is 100 microampere. That is 100 into 10 raised to minus 3 milliampere, or 100 into 10 raised to minus 6 ampere, which is 10 raised to minus 4 ampere, minus 4. You remember 100 microampere is micro atom 10 raised to minus 6 multiplication. 100 into 10 raised to minus 6 is 10 raised to minus 4. We get 10 raised to minus 4 ampere. Therefore, ID is equal to delta VDS by delta ID 10 by 10 raised to minus 4, that is 10 raised to 6. So, that is the answer. And that is all with your 10th class on Complementary Electronics Semester 3. We continue. Thank you.